Jesus, the mediator of a better covenant, established on better promises. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. Praise the Lord. ഇന്നത്തെ ചിന്ത സങ്കീർത്തനം 110. ഇത് വളരെ വിശേഷ ഒരു സങ്കീർത്തനമാണ്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം 27 പ്രാവശ്യം പുതിയ നിയമത്തില് വാക്യം കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. ഇതിനകത്ത് യേശുക്രിസ്തു മെശയായിട്ടും പുരോഹിതനായിട്ടും ജയിച്ച രാജാവായിട്ടും ഈ ചെറിയ 7 വാക്യമുള്ള സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തില് പിതാവാം ദൈവം പുത്രനായ ദൈവത്തോട് പറയുവാണ്, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക, നിന്റെ ശത്രുക്കളെ കാൽക്കീഴിലാക്കുന്നവരെ. ഇത് ദാവീദ് പ്രവചനാത്മാവിൽ കണ്ട് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സങ്കീർത്തനമാണ്. നിന്റെ ബലമുള്ള ചെങ്കോൽ നീട്ട്. യേശുക്രിസ്തുവിന്റെ അധികാരം സിയോൻ വരെ തീരുന്നില്ല. ലോക രാജ്യങ്ങളും രാജാക്കന്മാരെ വാഴുന്ന ഒരു അധികാരമാണ്. അടുത്ത ഈ ജോഷുവ 10:24 നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ജയിച്ച രാജാക്കന്മാര് തോറ്റ രാജാക്കന്മാരെ എല്ലാം വിരിച്ച് അവരുടെ മേൽ ചവിട്ടുന്നത്. ആ ചെങ്കോൽ നീട്ടുന്നെന്ന് വെച്ചാൽ എന്തുവാ? അത് സുവിശേഷത്തെ പറ്റിയാണ് കാണുന്നത്. ഗോസ്പൽ, ആ ദൈവത്തിന്റെ സുവിശേഷം, ക്രിസ്തുവിന്റെ മരിച്ചത്, പുനരുത്ഥാനം, വീണ്ടെടുപ്പ്, ആധിപത്യം. ഈ സുവിശേഷത്തിന് ഭയങ്കര ശക്തിയാ. ജീവന് ചൈതന്യം, ഇരുവായുത്തളയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയും സന്ധി മഞ്ഞ പ്രാണനെ ആത്മാവിനെ തുളച്ചു കയറുന്ന ഈ വചനം, യേശുക്രിസ്തുവിന്റെ വിജയം, ഇത് കാണുമ്പോൾ സ്വന്തമായി എല്ലാവരും ഈ ആർമിയിലേക്ക് അങ്ങ് ചേരും. വോളണ്ടറിലി. നമുക്ക് അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അടുത്ത നീ മെൽക്കിസേദെക്ക് എന്നേക്കും ഒരു പുരോഹിതൻ. യഹോവ സത്യം ചെയ്ത് പറയുന്നു. ഈ മെൽക്കിസേദെക്ക് ആരാണ്? മെലക് എന്ന് വെച്ചാൽ രാജാവ്, നീതിയുടെ രാജാണ്, സമാധാനത്തിന്റെ രാജാവാണ്. ഈ മെൽക്കിസേദെക്കിന് ആദ്യവും ഇല്ല, അന്ത്യവും ഇല്ല, അപ്പനില്ല, അമ്മയില്ല, വംശാവലി ഇല്ല. മെൽക്കിസേദെക്ക് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഉൽപ്പത്തി 14 അധ്യായത്തിലാണ്. അതിനകത്ത് അബ്രഹാം 318 സൈന്യമായിട്ട് 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. എന്നിട്ട് അതിൽ നിന്ന് അവര് ലോത്തും അതിന്റെ മക്കളെ കുടുംബത്തെ എല്ലാം പിടിച്ചോണ്ട് പോയി. അപ്പം അബ്രഹാം അവരെ തോൽപ്പിച്ചിട്ട് കിട്ടിയ കൊള്ളയിൽ നിന്ന് 10-1 മെൽക്കിസേദെക്കിന് കൊടുത്തു. അപ്പോൾ മെൽക്കിസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ച് പറഞ്ഞതാണ്, അത്യുന്നതനായ ദൈവമാണ് നിനക്ക് വിജയം കൊടുത്തത്. ഇവിടെ ദൈവം പറയുന്നത് മെൽക്കിസേദെക്ക് എന്നേക്കും ഒരു പോകുന്നത് സത്യം ചെയ്ത് പറയാണ്. പഴയ നിയമത്തെ അഹരോനായിരുന്നു പുരോഹിതന്. അത് കഴിഞ്ഞ് അഹരോന്റെ മക്കൾ, അങ്ങനെ അഹരോന തലമുറയായിരുന്നു. അവരായിരുന്നു സമാഗമന കൂടാരത്തിൽ ദൈവത്തിന് വേല ചെയ്യുന്നതും ദൈവം അവരെ ഏൽപ്പിച്ചത്. അവരാണ് ദൈവത്തെ മധ്യസ്ഥ ചെയ്തത്. പക്ഷെ ഇന്ന് ആ ക്രമം മാറ്റി പുതിയൊരു മെൽക്കിസേദെക്ക്, അത് ഹെബ്രു 10:11 നമുക്കൊരു ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതൻ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത്. ജീസസ് ദ മീഡിയേറ്റർ ഓഫ് എ ബെറ്റർ കവനന്റ്, എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ബെറ്റർ പ്രോമിസസ്. അടുത്ത വാക്യത്തെ നമുക്ക് കാണാം. നിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തെ രാജാക്കന്മാരെ തകർത്ത് കളയും. ഈ ഒരു ദിവസം ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ബാറ്റിൽ ഓഫ് അർമഗദോൻ, ഈ യുദ്ധം വരാൻ പോവാണ്. ഇവിടെ യേശു പിതാവും പുത്രനും ഒന്നായി ഇപ്പൊ എഴുന്നേറ്റ് അവര് രാജാക്കന്മാരെ സമരിക്കും. അവരുടെ ശവം എല്ലാം ഭൂമിയിൽ ഇങ്ങനെ ഇടും. അടുത്ത അവസാനത്തെ വാക്യം നമുക്ക് കാണാം. വഴിയരികിൽ നിന്ന് തോട്ടിൽ നിന്ന് കുടിക്കുമ്പോൾ അതുകൊണ്ട് അവൻ തല ഉയർത്തും. ഈ വഴിയിൽ ഒരു തോടുണ്ട്. ഈ തോട് എന്തുവാണ്? അത് യശയ്യാ 53 പറയുന്നത്. അതിലേക്കൂടെ നടന്നുപോയി അവര് മുഖം മറയ്ക്കും. നമുക്ക് കാണാൻ പറ്റാത്ത യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗം അർപ്പിച്ചത്. അതിൽ നിന്ന് ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. ഈ അങ്കിലേക്ക് നോക്കിയ പ്രകാശം ലജ്ജിച്ചു പോയില്ല. ഇത് ദാഹം തീർക്കുന്ന ഒരു തോടാണ്. ആത്മാവിന്റെ ദാഹം നിത്യജീവനിലേക്കുള്ള അവകാശം ഉള്ള തോടാണ്. നമുക്കും ഈ തോട്ടിലേക്ക് നോക്കാം, നിത്യജീവിതത്തിന് അവകാശം പ്രാപിക്കാം. ഈ വചനത്താൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.